റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. അതിൽ മക്ക വിജയം വരെയുള്ള ചരിത്രം നേരത്തെ പറയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ദിനത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്ക് മുകളിൽ കയറാനും ബാങ്ക് വിളിക്കാനെല്ലാം കൽപ്പിക്കുന്നത്. അതുവരെയാണ് നമ്മൾ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നീട് മക്ക വിജയവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന അതിമനോഹരമായിട്ടുള്ള മറ്റൊരു സംഭവം, ഈ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അതേ രൂപത്തിലുള്ള മറ്റുള്ള അടിമകൾക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമെല്ലാം അവർക്ക് നൽകിയ സ്ഥാനവും പരിഗണനയും എല്ലാം വളരെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സംഭവം. ഈ സംഭവം നമ്മൾ സ്വഹീഹ് മുസ്ലിമിൽ ഫളാഇൽ സ്വഹാബികളുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അധ്യായത്തിൽ ലാഇദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലാണ് ഈ സംഭവം നമ്മൾ കാണുക. അദ്ദേഹം പറയുകയാണ്, അന്നത്തെ ദിവസം സൽമാൻ, സുഹൈബ്, ബിലാൽ റളിയല്ലാഹു അൻഹു അജ്മഈൻ ഇനി മൂന്നാളുകൾ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അരികിലൂടെ അബൂ സുഫിയാൻ കടന്നുപോയി. അബൂ സുഫിയാൻ കടന്നുപോയ സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ നിന്നും ബിലാൽ ഒരു കമന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ വാളുകൾ ശത്രുക്കളുടെ കഴുത്തിൽ എത്തേണ്ട വിധം എത്താത്തത് ശത്രുക്കളുടെ ഭാഗ്യം. ഇതാണ് ബിലാൽ പറഞ്ഞ കമന്റ്. അതായത് അള്ളാഹിന്റെ വാള് ശത്രുക്കളുടെ ശരീരത്തിൽ വേണ്ട രൂപത്തിൽ തട്ടിയിട്ടില്ല, തട്ടാത്തത് ചില ആളുകളുടെ ഭാഗ്യം എന്നുള്ള ഒരു കമന്റ് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ആ രൂപത്തിലൊരു കമന്റ് പറയുകയാണ്. ഈ കമന്റ് ആരെ ലക്ഷ്യം വെച്ച്, ആരെ ഉന്നം വെച്ചിട്ടാണ് ഈ കമന്റ് പറയുന്നതെന്ന് വളരെ കൃത്യമാണ്. പക്ഷെ ഇത് കേട്ട് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സമീപത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് അത്ര പിടിച്ചില്ല, അദ്ദേഹത്തിന് ആ ഒരു കമന്റ് അത്ര ഇഷ്ടമായില്ല. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അതഖൂലൂന ഹാദാ ലിശൈഖി ഖുറൈശിൻ വസയ്യിദിഹിം, ഖുറൈശികളുടെ കാരണവരും നേതാവുമായിട്ടുള്ള ആളെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചത്. ഖുറൈശികളുടെ കാരണവരും നേതാവായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കയിൽ ഓരോ സ്വഹാബികൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ രൂപത്തിലുള്ള അടിമകൾക്കെല്ലാം നിരവധി പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മക്കയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരാണ്. മാനസികമായിട്ടുള്ള ആ വൈകാരികമായിട്ടുള്ള ആ ഒരു തലത്തിൽ ആ രൂപത്തിലൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതായത് അവരുടെ വീക്ഷണകോണിൽ അത്തരം ഒരു കമന്റിൽ നമ്മൾ തെറ്റ് കാണുന്നില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ്. അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണകോണിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ആ രൂപത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതിലൊരു കുഴപ്പമില്ല. പക്ഷേ പരസ്യമായിട്ട് ഒരല്പം ഉച്ചത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ അവരോട് സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് ആ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കാൻ. ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മറ്റൊരു ടോണിൽ സംസാരിക്കുന്നത്. മറ്റൊരു സന്ദർഭം ഉണ്ടോയെന്നറിയാം, അല്ലാഹു ആലം. പക്ഷേ വളരെ കൃത്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ഞാൻ ഒരാൾക്കും പറഞ്ഞു തരേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഭൂമിയിൽ നടന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കനം തൂങ്ങുമെന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകന്റെ ഉറ്റമിത്രമായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ ലഅല്ലക അളബ്തഹും, അബൂബക്കർ നിങ്ങൾ അവരെ കോപിപ്പിച്ചു. അതായത് നിങ്ങളുടെ ആ സംസാരം, നിങ്ങൾ ആ പറഞ്ഞ വാക്ക് അവർക്ക് ഒരുപക്ഷെ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കാൻ അത് കാരണമായി തീർന്നിട്ടുണ്ടാകാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞ വാക്കുകൾ, ലഇൻ കുൻത അളബ്തഹും ലഖദ് അളബ്ത റബ്ബക, നിങ്ങൾ അവരെ കോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താങ്കളുടെ നാഥനെയും കോപിപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ കാരണം അവരുടെ മനസ്സെങ്ങാനും ഒരല്പം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം പിടിച്ചു പറ്റാൻ കാരണമായേക്കാമെന്ന്
ആരോടാണ് ഈ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞവർ ആ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഇതിനോട് ചേർത്ത് വായിക്കുക. ഈ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെച്ചു. അതായത് താങ്കൾ പറയുന്നത് കേൾക്കാനും അതേപോലെ തന്നെ താങ്കളോട് ചർച്ചയ്ക്ക് വരാനെല്ലാം സന്നദ്ധാണ്, പക്ഷേ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞു. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ റൂമിൽ നിന്നും അടിമകളായിട്ടുള്ള ചില ആളുകൾ അവരെ റൂമിൽ നിന്നും മാറ്റണം, എങ്കിലും ഞങ്ങൾ സംസാരിക്കാൻ വരാമെന്ന് ഖുറൈശികൾ ഒരു കണ്ടീഷൻ വെച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രവാചകനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞു ആയത്ത്, സൂറത്തുൽ മാഇദയിലുള്ള ആയത്ത്, ആ ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫതതുർദുഹും ഫതകൂന മിനൽ ളാലിമീൻ, അവരെ എങ്ങാനും നിന്റെ സമീപത്ത് നിന്നും നീ ആട്ടി ഓടിക്കുകയാണെങ്കിൽ ഫതകൂന മിനൽ ളാലിമീൻ, നീ അക്രമികളിൽ പെട്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് താക്കീത് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുമായിട്ട് ചേർത്ത്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കർ, താങ്കൾ അവരുടെ മനസ്സിനെ എങ്ങാനും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം പിടിച്ചു പറ്റാൻ അത് കാരണമായി തീർന്നേക്കാം. ഇത് കേട്ട ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തേടി ഇറങ്ങുകയാണ്. അവരെ കണ്ട ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചോദിച്ചു, യാ ഇഖ്വത, എന്റെ സഹോദരങ്ങളെ, ഞാൻ ഏതെങ്കിലും രൂപത്തിൽ എന്റെ സംസാരം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മാപ്പ് നൽകണം. അവർ പറഞ്ഞു, യഅ്ഫിറുല്ലാഹ ലക യാ അഖി, സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അത് ഞങ്ങളത് മറന്നിട്ടുണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാപ്പ് നൽകുന്ന അതിമനോഹരമായിട്ടുള്ള സംഭവം. ഈ ഒരൊറ്റ സംഭവം തന്നെ അവർക്ക് നൽകിയ ആ സ്ഥാനവും പരിഗണനയെല്ലാം കാണിച്ചു തരാം. ഈ ഒരു സംഭവം തന്നെ ധാരാളമാണ്. അതേപോലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന മറ്റൊരു ഹദീസ്, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട മുത്തഫഖുൻ അലൈഹിയായിട്ട് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്ന മുതവാത്തിറായിട്ടുള്ള ഒരു ഹദീസ്. പലപ്പോഴും കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സ്വപ്നം കണ്ടു, പ്രവാചകൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ബിലാലെ, എന്റെ മുമ്പിൽ താങ്കളുടെ ചെരുപ്പിന്റെ ശബ്ദം, ഖശ്ഫൻ അലൈക്, താങ്കളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു, എന്താണ് അതിന് കാരണം? അതായത് ഏത് പ്രവൃത്തി കൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള പദവി താങ്കൾ സ്വർഗത്തിൽ കൈവരിച്ചത്? ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ സ്വർഗത്തിൽ ബിലാൽ പ്രവേശിക്കുന്നുവെന്നും ആ രൂപത്തിലൊന്നല്ല ഈ ഹദീസിന്റെ അർത്ഥം. ആ രൂപത്തിൽ നമ്മളാരും തെറ്റിദ്ധരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിൽ ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, ഈ ഹദീസിലൂടെ പ്രവാചകൻ പങ്കുവെക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ ഹദീസ് കാണിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ മഖാമ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ് ഹദീസ് കാണിച്ചിരുന്നത്. അതോടൊപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അത് കാരണം സ്വർഗത്തിൽ ഉന്നതമായിട്ടുള്ള പദവിയും അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. അതെന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഏത് സന്ദർഭത്തിൽ വുളൂ ചെയ്താലും അതോടൊപ്പം ഒരു 2 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ഈ രൂപത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു പദവി കൈവരിക്കാൻ കാരണമായി തീർന്നതെന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി. സാന്ദർഭികമായിട്ട് 2 കാര്യങ്ങൾ, 2 പാഠങ്ങളാണ് ഹദീസ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായിട്ട് ഏത് സന്ദർഭത്തിലും വുളൂയോട് കൂടെ നിൽക്കുന്നതിന്റെ പ്രാധാന്യം, വുളൂവിന്റെ ശ്രേഷ്ഠത. അതോടൊപ്പം തന്നെ വുളൂ എടുത്ത സന്ദർഭത്തിൽ വുളൂ ചെയ്ത ഉടൻ 2 റക്അത്ത് നമസ്കരിക്കുന്ന ആ ഒരു സുന്നത്തിനെ സംബന്ധിച്ചും ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനാവുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്നും ദിനേന ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. പ്രവാചകന്റെ ആ റൂമിനടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിനരികെ പോയി അസ്സലാ യാ റസൂലുള്ളാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തും. അതിനുശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ച് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചുകൊണ്ട് വുളൂ എല്ലാം നിർവഹിച്ച് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് വരും. ആ പള്ളിയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്ദർഭത്തിലായിരുന്നു, പ്രവാചകനെ കാണുന്ന സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കും. ഈ രൂപത്തിലായിരുന്നു തുടർന്നു പോകുന്നത്. ചില സന്ദർഭത്തിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചില സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ ഒന്ന് ഇഖാമത്ത് വിളിക്കൂ, ഞാനൊരൽപ്പം ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സാന്ദർഭികമായിട്ട് സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ പ്രയാസം ഇറക്കി വെക്കാനുള്ള ഒരു ആശ്വാസമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ എനിക്ക് ഒരല്പം റാഹത്ത് കിട്ടട്ടെ, ഒരു ആശ്വാസം കിട്ടട്ടെ, അതുകൊണ്ട് ഇഖാമത്ത് വിളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം നമസ്കാരം ഒരു പ്രയാസമായിട്ടാണ് തോന്നാറുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഒരു ഹദീസ് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് നമ്മളെ സ്വയം വിലയിരുത്തേണ്ടത് കൂടെയാണെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കരിക്കാൻ പോലെ, അതായത് നമസ്കാരത്തിന് പോലും നേതൃത്വം നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം തീവ്രമായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ചത് ഒരു വ്യാഴാഴ്ച ദിനമായിരുന്നു. ആ വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് അവർക്ക് ഇമാം നിന്ന് നമസ്കരിച്ചത്. ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്തു എന്നെല്ലാം സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് ആ വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കരിച്ച് പിന്നീട് അതോടുകൂടെ പ്രവാചകന്റെ രോഗം കഠിനമാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം വരെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെ എത്തി. പിന്നീട് ആ വ്യാഴാഴ്ച ദിവസം ഇശാ നമസ്കാരം മുതൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന തിങ്കളാഴ്ച ദിവസം ഫജ്ർ വരെയുള്ള നമസ്കാരം, അതായത് 17 വഖ്ത് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവർക്ക് ഇമാം നിന്ന് നമസ്കരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ രോഗബാധിതനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന പല സന്ദർഭത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ആ ഒരു അവസ്ഥ, അതായത് തങ്ങളെ നമസ്കാരത്തിന് പോലും മറ്റുള്ള സ്വഹാബികളെ നയിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായിട്ട് കിടക്കുന്ന ആ കാഴ്ച കണ്ട സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു. പല സന്ദർഭത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, വാ ഹുസ്ന ലൈതനി മിത്തു ഖബ്ല ഹാദാ, എത്ര ദുഃഖം, എനിക്ക് ഈ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പല സന്ദർഭത്തിലും പറയുമായിരുന്നു. ദീർഘിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങൾ, അത് തന്നെ മണിക്കൂറോളം സംസാരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അവസാനത്തെ ദിനം, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന തിങ്കളാഴ്ച ദിവസം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ്, അന്നത്തെ ദിവസം ഫജ്ർ നമസ്കാരത്തിൽ ഞങ്ങൾ ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റൂമിന്റെ ആ കർട്ടൻ ഒരൽപ്പം മാറ്റി ഞങ്ങളെ നോക്കിയ സന്ദർഭത്തിൽ, ഞങ്ങൾ നമസ്കാര സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. അതായത് തന്റെ സ്വഹാബികൾ മുഴുവനും നമസ്കരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് അവസാനമായിട്ട് കണ്ടത്. ആ കാഴ്ച കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു സ്വഹാബത്ത് അവസാനമായിട്ട് കണ്ടത്. ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ സ്വഹാബികൾ പലരും വിചാരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമെല്ലാം മാറി പഴയ പോലെ തിരിച്ചു വരുമെന്ന് അവരെല്ലാം പ്രതീക്ഷിച്ചു. കാരണം ആ പുഞ്ചിരിക്കുന്ന മുഖം അത്രയേറെ പ്രതീക്ഷ അവർക്ക് നൽകി. പക്ഷേ നമുക്കറിയാം, ആ തിങ്കളാഴ്ച ദിവസം ഫജ്ർ കഴിഞ്ഞ്, അതായത് ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ഉച്ചയാകുന്നതിന് മുമ്പ്, അതായത് ഒരു 10-12 മണിയായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുകയാണ്. തുർമുദി ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്, അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ മദീനയിൽ പ്രവേശിച്ച ആ ദിവസത്തേക്കാൾ വെളിച്ചമുള്ള അല്ലെങ്കിൽ പ്രശോഭിതമായിട്ടുള്ളൊരു ദിനം ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയും തെളിച്ചമുള്ള ദിനമായിരുന്നു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ പ്രവേശിച്ച ആ ദിനം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിനത്തേക്കാൾ ഇരുട്ട് മൂടിയ ഒരു ദിനം മദീനയിൽ ഞങ്ങൾ പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളത്. അത്രയേറെ സ്വഹാബികൾക്ക് കണ്ണ് കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ സന്ദർഭം. നമുക്കറിയാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ച രൂപമെല്ലാം നമ്മൾ കേട്ടതാണ്. അത്രയേറെ അവരുടെ മാനസിക നില വരെ തെറ്റുന്ന ഒരവസ്ഥ. കാരണം അവർ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന ആ പ്രവാചകനാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഫജ്ർ നമസ്കാരത്തിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് വിട പറയുന്നത്. അങ്ങനെ ളുഹറിന്റെ സമയമായ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ബാങ്ക് വിളിക്കാൻ വേണ്ടി വരികയാണ്.
അതുവരെ ഞാൻ പറഞ്ഞു, അതുവരെ ബാങ്ക് വിളിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ആദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി വിളിച്ചതിന് ശേഷമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിരുന്നത്. പക്ഷേ ആ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഈ ലോകത്തില്ല. പ്രവാചകന്റെ ആ പുണ്യ ശരീരം അവർ ഖബറടക്കിയിട്ടില്ല. പ്രവാചകന്റെ ആ പുണ്യ മയ്യത്ത് അവിടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറുകയാണ്. അദ്ദേഹം ആദ്യത്തെ അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് രണ്ടും കഴിഞ്ഞ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ ഒരു വാക്ക് അദ്ദേഹത്തിന് പറയാൻ ഒരുങ്ങി. പക്ഷേ അത് പൂർത്തിയാക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ ബാങ്കിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് മറ്റാരോ വന്നിട്ടാണ് ആ ബാങ്ക് പൂർത്തിയാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ബിലാൽ ബാങ്ക് വിളിച്ചത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബാങ്കാണ്. എത്രത്തോളം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കി വന്ന സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതായത് ഈ മദീനയിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, എന്നെ മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ താങ്കൾ അനുവദിക്കണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. കാരണം ആ മദീന മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളാണ്. എവിടെ നോക്കിയാലും പ്രവാചകന്റെ പുഞ്ചിരിക്കുന്ന ആ മുഖമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കാണുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ലോകം. അത് അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു ഹദീസിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ഹദീസിൽ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് മക്ക വിജയത്തിന്റെ ഒരു അല്പം മുമ്പാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എല്ലാം മക്ക വിജയത്തിന്റെ ഒരു അല്പം മുമ്പാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അതായത് അവസാനമായിട്ട് ഹിജ്റക്ക് മുമ്പ്, തൊട്ട് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളാണ് ഇവർ. അവരൊരല്പകാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇടപഴകിയ സന്ദർഭത്തിൽ അവർക്ക് തോന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് അവർക്ക് തോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, അതായത് പ്രവാചകന്റെ സദസ്സിലുള്ള ഓരോ സ്വഹാബികളും അവരെല്ലാവരും ഒരേ രൂപത്തിലാണ് ചിന്തിച്ചത്. ഓരോ സ്വഹാബികളും വിചാരിക്കും എന്നോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. എല്ലാ സ്വഹാബികളും ഒരേ രൂപത്തിൽ ചിന്തിക്കുമായിരുന്നു. അതേ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇടപഴകിയിരുന്നത്. അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനും ആ തോന്നലുണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം എന്നോടാണെന്ന് അദ്ദേഹം ധരിക്കുകയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ഒരിക്കൽ ചോദിച്ചു, മൻ അഹബ്ബുന്നാസ് ഇലൈക, പ്രവാചകരെ താങ്കൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാണ്? അപ്പൊ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന മറുപടി അംർ ഇബ്നുൽ ആസ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പ്രവാചകനോടൊപ്പം ഒരു അല്പസമയം ഇടപഴകിയ സന്ദർഭത്തിൽ, പ്രവാചകന്റെ സദസ്സിൽ അദ്ദേഹം സമയം പങ്കിട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയാണ്. അതായത് എന്റെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, ശേഷം ആരാണ്? ഞാൻ ആണുങ്ങളുടെ കൂട്ടത്തിലല്ല ഉദ്ദേശിച്ചത്, സ്ത്രീകളുടെ കൂട്ടത്തിലല്ല ഉദ്ദേശിച്ചത് പ്രവാചകരെ, ആണുങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ താങ്കൾ സ്നേഹിക്കുന്നത് ആരെയാണ്? അപ്പോഴും അദ്ദേഹം അപ്പോഴും ആ സന്ദർഭത്തിലും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവരുടെ പിതാവ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അദ്ദേഹം വീണ്ടും ചോദിച്ചു പ്രവാചകർ അതിനുശേഷം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല, കാരണം ഒരുപക്ഷെ ഞാനെല്ലാം അവസാനമായിരിക്കും വരുന്നതെന്ന് ഭയന്നുകൊണ്ട് ഞാൻ അത് പിന്മാറിയെന്നാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നത്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം, ഒരല്പ കാലഘട്ടത്തെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് ഈ രൂപത്തിലുള്ള ഒരു ഫീലിംഗ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും 5 തവണ പ്രവാചകനോട് ഇടപഴകി പ്രവാചകനോടൊപ്പം നിഴല് പോലെ ജീവിച്ച ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം പ്രവാചകനെ മിസ് ചെയ്തിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മദീനയിലെ ഓരോ മുക്കിലും മൂലയിലും പ്രവാചകന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് നിലനിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ മദീന, പ്രവാചകനില്ലാത്ത മദീന ബിലാൽ ഇബ്നു റബാഹ്
റളിയല്ലാഹു അൻഹുവിന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മദീന വിട്ടു പോകാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാകില്ല ബിലാലെ, താങ്കൾ പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട് ബാങ്ക് വിളിക്കാൻ? അപ്പൊ കരഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനി ഞാൻ ഒരിക്കലും ബാങ്ക് വിളിക്കില്ല, എനിക്കതിനെ സാധിക്കുകയില്ലെന്നാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, താങ്കൾ അത് പറയരുത്, താങ്കൾ ഇവിടെ തന്നെ താമസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇനിയും ബാങ്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാണ് ഓ അബൂബക്കർ, താങ്കളാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. എന്നെ മുമ്പ് ഞാൻ അടിമയായിരുന്ന സന്ദർഭത്തിൽ താങ്കളാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. അതുകൊണ്ട് ഇൻ കുൻത അഅ്തഖ്തനി ലില്ലാഹ് ഫദഅനി അദ്ഹബു ഹൈസു ശിഅ്ത, നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് മുമ്പ് സ്വതന്ത്രമാക്കിയതെങ്കിൽ എന്നെ എന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം. എന്നിട്ട് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വ ഇൻ കുൻത അഅ്തഖ്തനി ലിനഫ്സിക ഫഅംസിക്നി, നിങ്ങൾ സ്വയം താല്പര്യത്തെ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ മോചിപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്താ കൽപ്പിക്കുന്നത് വെച്ചാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, അത് വേണമെങ്കിൽ ഞാനിവിടെ താമസിക്കാമെന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് മുമ്പ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം, കാരണം ഞാൻ സ്വതന്ത്രനാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൽപ്പിക്കുക, ഞാനിവിടെ നിൽക്കാൻ സന്നദ്ധാണ്. അത് കേട്ട ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, യാ ബിലാൽ അഅ്തഖ്തുക ലില്ലാഹ്, ഞാൻ നിന്നെ സ്വതന്ത്രമാക്കിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് താങ്കൾക്ക് പോകാം. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും അവിടെ നിന്നും യാത്രയാവുകയാണ്. പിന്നീടുള്ള കാലം ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചത് ശ്യാമിലായിരുന്നു, സിറിയയിലായിരുന്നു. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്യാം സിറിയ കീഴടക്കുന്നു, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിൽ വരികയാണ്. ആ ചരിത്ര മുഹൂർത്തത്തിൽ സ്വഹാബികളെല്ലാം തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ, അതായത് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളെ കീഴടക്കിയ സന്ദർഭത്തിൽ അവിടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികൾ വീണ്ടും കാണുകയാണ് കാലങ്ങൾക്ക് ശേഷം. ആ സന്ദർഭത്തിൽ സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ അദ്ദേഹത്തോടൊന്ന് ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊന്ന് ബാങ്ക് വിളിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സന്നദ്ധമായില്ല. അവരെ നിർബന്ധിച്ച്, ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും നിർബന്ധിച്ച സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരിക്കൽ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ബാങ്ക് വിളിക്കാൻ സന്നദ്ധമാണ്. അതായത് ബൈത്തുൽ മുഖദ്ദസിൽ ആദ്യത്തെ ബാങ്ക് വിളിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആ ബാങ്ക് വിളിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബികളും അവരാ പഴയ കാലത്തേക്ക് അവരുടെ ഓർമ്മകൾ പോവുകയാണ്. പ്രവാചകന്റെ കൂടെയുള്ള മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളെല്ലാം അവർ അയവിറക്കുകയാണ്. ആ ബാങ്ക് കേട്ട സന്ദർഭത്തിൽ ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു. ഏറ്റവും കൂടുതൽ ആ ബാങ്ക് കേട്ട് തേങ്ങിക്കരഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നെന്നെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം സഹോദരങ്ങളെ, പ്രത്യേകമായിട്ടൊരു കാര്യം, ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് മദീനയിൽ മസ്ജിദ് നബവിയിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച വ്യക്തി. അതേപോലെ തന്നെ മക്കയിൽ കഅബക്ക് മുകളിൽ കഅബയിൽ മസ്ജിദുൽ ഹറാമിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച വ്യക്തിയും അതും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ ആദ്യത്തെ ബാങ്ക് വിളിച്ചതും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അതിലപ്പുറം അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. 3 ഹറമുകളിലും ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച അപൂർവ സൗഭാഗ്യത്തിനുടമ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അവസാനമായിട്ട് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നുണ്ട്. അത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. ഒരിക്കൽ കൂടെ അദ്ദേഹം മദീനയിലേക്ക്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടെ മദീന സന്ദർശിക്കുന്നുണ്ട്. ആ മദീന സന്ദർശിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാക്കളായിരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവര് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിക്കാൻ, താങ്കൾ ഒരിക്കൽ കൂടെ ബാങ്ക് വിളിക്ക്, ഞങ്ങൾ ആ പഴയ കാലം ഒന്ന് ഓർക്കട്ടെ. അവരുടെ നിർബന്ധം കാരണം, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാങ്ങൾ ഈ രൂപത്തിൽ നിർബന്ധിക്കുന്ന സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെ നിർബന്ധിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ അതിനെ നിഷേധിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ നിർബന്ധം കണക്കിലെടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടെ മദീനയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ്.
ബിലാൽ റളിയല്ലാഹു അൻഹു ആ ബാങ്ക് വിളിച്ച സന്ദർഭത്തിൽ മദീനയിലുള്ള മുഴുവൻ ആളുകളും ആ ബാങ്ക് കേട്ട ഉടൻ തന്നെ അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പള്ളിയിലേക്ക് ഓടിയെന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. കാരണം അവർ മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള ആ സുന്ദര നിമിഷങ്ങൾ ആ ബാങ്ക് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിനം പോലെയായിരുന്നു ബിലാൽ അവസാനമായിട്ട് ബാങ്ക് വിളിച്ച ആ ദിവസം എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തായിട്ട് കാണാൻ സാധിക്കുക. മദീന മുഴുവൻ അന്ന് തേങ്ങിക്കരഞ്ഞു. അത്രയേറെ ബിലാലിന്റെ ശബ്ദം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകൾ സമ്മാനിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമാണ്. സഹോദരങ്ങളെ, എത്ര മനോഹരാണ്! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരുന്നല്ലോ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ദിവസേന അവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കും. ആ ബാങ്ക് കേട്ടതിന് ശേഷം അവർ പള്ളിയിലെത്തിയാൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായിട്ടുള്ള ആ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് അവർ 10 വർഷത്തോളം നമസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവർ ഓർക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. പിന്നീട് അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു അവസാന കാലം ഭാര്യയോടൊപ്പം ഷ്യാമിൽ സിറിയയിലായിരുന്നു താമസിച്ചത്. അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇമാം ദഹബി അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായിട്ട് സൂചിപ്പിക്കുന്നത്, അദ്ദേഹം മരണപ്പെടുന്നതിന്റെ അവസാനത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. അപ്പൊ മരിക്കുമെന്നുള്ള, അതായത് തന്റെ അവസാനം അടുത്തിരിക്കുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു ബോധ്യം ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്. നമുക്കറിയാം, നല്ല ആളുകൾക്ക് അതേ രൂപത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് സ്വപ്നം കണ്ട സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്ത ഭാര്യയുമായിട്ട് പങ്കുവെക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭാര്യ പറഞ്ഞു, വാ ഹുസ്ന വാ മുസീബത്ത, അതായത് എത്ര ദുഃഖം, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ വാവിട്ട് കരയുകയാണ്. ആ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഭാര്യയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, ബൽ ഖൂലി വാ ഫർഹത്ത, എത്ര ദുഃഖം എന്ന് പറഞ്ഞിട്ടല്ല കരയേണ്ടത്, മറിച്ച് നീ പറയേണ്ടത് വാ ഫർഹത്ത, എത്ര സന്തോഷാണ്. കാരണം ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദ്, ഞാൻ നാളത്തെ ദിവസം എന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നാളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഗദൻ അൽഖൽ അഹിബ്ബത്ത് റസൂലുള്ളാഹ്, ഞാൻ നാളത്തെ ദിവസം എന്റെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എത്ര സന്തോഷമെന്നാണ് നീ പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവസാനം തിരുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമെന്ന് ഓർക്കുന്ന സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് മരണവും സന്തോഷവുമായിരുന്നു. കാരണം അദ്ദേഹം ജീവിതത്തെക്കാളും മരണത്തെക്കാളും ബിലാൽ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത് തന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നു ഡമസ്കസിൽ, അതായത് സിറിയയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഖബറടക്കിയത് എന്നാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഡമസ്കസിലാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ഈ മനോഹരമായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വഹാബികൾ കാണിച്ചെന്ന ആ പാതയിൽ ജീവിക്കാനും, നാളെ ഈ ബിലാലിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റുള്ള സ്വഹാബികളോടൊപ്പം സ്വർഗത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം പാപികളായിട്ടുള്ള നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والسلام عليكم ورحمة الله.